ഹായ്, ഞാൻ അശ്വിൻ. ഞാൻ കണ്ണൂർ ജില്ലയിലെ കരവള്ളൂർ പാട്ടിയമ്മ AUP സ്കൂളിൽ 7ാം തരത്തിൽ പഠിക്കുന്നു. നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടറിൽ ജിയോജിബ്ര പരിചയപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഞാൻ ഇവിടെ സ്മാർട്ട് ഫോണിൽ എങ്ങനെയാണ് ജിയോജിബ്ര ഉപയോഗിക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ജിയോജിബ്ര ജോമെട്രി ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ജിയോജിബ്ര ജോമെട്രി ഐക്കൺ. ഇൻസ്റ്റാൾ ആയാൽ ഇതുപോലുള്ള ഐക്കണാണ് കിട്ടുക. ഇനി ഇത് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഇതിലുള്ള ടൂളുകൾ പരിചയപ്പെടാം. മൂവ് ടൂൾ, പോയിന്റ് ടൂൾ, സെഗ്മെന്റ് ടൂൾ, ലൈൻ ടൂൾ, പോളിഗൺ ടൂൾ, സർക്കിൾ വിത്ത് സെന്റർ. കൂടാതെ മോർ പ്രസ് ചെയ്താൽ കൂടുതൽ ടൂളുകൾ ലഭിക്കും. ഇതിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഇതുപോലെ ഒരു വൃത്തം എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കുക. ജിയോജിബ്രയിലെ ടൂൾ സെറ്റിലെ 6ാം ഗ്രൂപ്പിൽ നിന്ന് സർക്കിൾ വിത്ത് സെന്റർ ട്രൂ പോയിന്റ് എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. ജിയോജിബ്ര വർക്ക്ഷീറ്റിനുള്ളിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം മൗസ് പതുക്കെ നീക്കുക. വൃത്തത്തിന് ആവശ്യമായ വലിപ്പം വരുമ്പോൾ മൗസ് ഇടതു ബട്ടൺ ക്ലിക്ക് ചെയ്ത് പൂർത്തിയാക്കുക. രണ്ടാമത്തെ വൃത്തം വരയ്ക്കുന്നതിന് ആദ്യ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അടുത്ത വൃത്തം വരയ്ക്കുന്നു. ഇനി നമുക്ക് ഒരേ ആരമുള്ള വൃത്തങ്ങൾ വരച്ച് നിറം നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കുക. ജിയോജിബ്രയിലെ ടൂൾ സെറ്റിലെ 6ാം ഗ്രൂപ്പിൽ നിന്ന് സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ് തിരഞ്ഞെടുക്കുക. ജിയോജിബ്രയിലെ വർക്ക്ഷീറ്റിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. വൃത്തത്തിന്റെ ആരം രേഖപ്പെടുത്തുക. ഞാനിവിടെ 4 രേഖപ്പെടുത്തുന്നത്. വൃത്തത്തിന്റെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് അതേ ആരമുള്ള വൃത്തം വരയ്ക്കുക. 2 വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ കേന്ദ്രമായി അതേ ആരമുള്ള വൃത്തങ്ങൾ വരയ്ക്കുക. ഇതുപോലെ വൃത്തങ്ങൾ വരച്ച് പൂക്കളം പൂർത്തിയാക്കുന്നു. ഇനി പൂക്കളത്തിന് നിറം നൽകാം. വൃത്തത്തിൽ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് കളർ ടാബ് സെലക്ട് ചെയ്ത് യോജിച്ച നിറം തിരഞ്ഞെടുക്കുന്നു. പ്രോപ്പർട്ടീസ് വിൻഡോ ക്ലോസ് ചെയ്യുക. ഇങ്ങനെ എല്ലാ വൃത്തങ്ങൾക്കും നമുക്ക് നിറം നൽകാം. ഇതുപോലെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് പൂക്കളം തയ്യാറാക്കാം. ഇനി നമുക്ക് മറ്റൊരു വൃത്ത പാറ്റേൺ നിർമ്മിക്കുന്ന വിധം നോക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ജിയോജിബ്രയിലെ 6ാം ഗ്രൂപ്പിൽ സർക്കിൾ വിത്ത് സെന്റർ സെലക്ട് ചെയ്യുക. വർക്ക്ഷീറ്റിനുള്ളിൽ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം വലതുവശം കാണുന്ന 3 പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഷോ ട്രേസ് ഓൺ ചെയ്യുക. ശേഷം നേരത്തെ ചെയ്തതുപോലെ വരയ്ക്ക് ഇഷ്ടമുള്ള നിറം നൽകുക. അതിനുശേഷം വൃത്തത്തിൽ പിടിച്ച് മുകൾ ഭാഗത്തേക്കോ കീഴ്ഭാഗത്തേക്കോ ചലിപ്പിച്ച് ഇഷ്ടമുള്ള പാറ്റേൺ നിർമ്മിക്കുക. കമ്പ്യൂട്ടറിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നത് പോലെ അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൽ നമുക്ക് ജിയോജിബ്ര പ്രവർത്തിപ്പിക്കാൻ കഴിയും. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം.
എൻ്റെ പേര് ശ്രേയസ് എ. കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂർ പാട്യമ്മ AP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കരുവള്ളൂർ ആണൂരിലാണ് എൻ്റെ വീട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ആണ്. 5, 6, 7 ഗണിത ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണിവ. അപ്പോൾ നമുക്ക് ജിയോജിബ്ര ക്ലാസ്സിലേക്ക് തുടങ്ങാം. ജിയോജിബ്ര സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷൻ, ജിയോജിബ്ര ക്ലിക്ക് ചെയ്യുക. വിൻഡോ മാക്സിമൈസ് ചെയ്യുക. റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് വിൻഡോയിൽ റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് ആക്സസും ഗ്രിഡും ഒഴിവാക്കുക. 12 സെറ്റായാണ് ജിയോജിബ്രയിലെ ടൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മൂവ്മെൻറ്റ് ടൂൾസ്, പോയിൻ്റ് ടൂൾസ്, ലൈൻ ടൂൾസ്, സ്പെഷ്യൽ ലൈൻ ടൂൾസ്, പോളിഗൺ ടൂൾസ്, സർക്കിൾ ആൻഡ് ആർക്ക് ടൂൾസ്, കോണിക് സെക്ഷൻ ടൂൾസ്, മെഷർമെൻറ്റ് ടൂൾസ്, റിഫ്ലക്റ്റ് എബൌട്ട് ലൈൻ, ആക്ഷൻ ഒബ്ജക്റ്റ് ടൂൾസ്, ജനറൽ ടൂൾസ് എന്നിങ്ങനെ 12 ടൂൾസുകളാണ് ഉള്ളത്. മൂവ്മെൻറ്റ് ടൂൾസ് വരച്ച ചിത്രങ്ങൾ ചലിപ്പിക്കുന്നതിന് ആവശ്യമായ ടൂളുകളാണിവ. ഗ്രാഫിക് വ്യൂവിലുള്ള ബിന്ദുക്കളെയോ രൂപങ്ങളെയോ ചലിപ്പിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. സെറ്റ് 2 പോയിൻ്റ് ടൂൾസ്. ന്യൂ പോയിൻ്റ് പുതിയ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നതിന്. പോയിൻ്റ് ഓൺ ഒബ്ജക്റ്റ് ഒരു വസ്തുവിലെ ബിന്ദു അടയാളപ്പെടുത്തുന്നതിന്. അറ്റാച്ച് ഒരു ബിന്ദുവിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു രൂപത്തിൽ ക്ലിക്ക് ചെയ്താൽ ബിന്ദു രൂപത്തോട് ചേർത്ത് വയ്ക്കപ്പെടും. ഇൻ്റർസെക്റ്റ് 2 ഒബ്ജക്റ്റുകളാണുള്ളത്. വരകൾ, വക്രങ്ങൾ, രൂപങ്ങൾ തുടങ്ങിയവ കൂട്ടിമുട്ടുന്ന ബിന്ദു അടയാളപ്പെടുത്താൻ. മിഡ് പോയിൻ്റ് ഓർ സെൻറ്റർ ഒരു വരയുടെ അല്ലെങ്കിൽ 2 ബിന്ദുക്കളുടെ മധ്യബിന്ദു അടയാളപ്പെടുത്താൻ. സെറ്റ് 3 വരകൾ വരയ്ക്കുന്നതിനുള്ള ടൂളുകൾ. ലൈൻ ടൂൾ 2 ബിന്ദുക്കളിൽ കൂടി കടന്നുപോകുന്ന വര വരയ്ക്കാൻ. സെഗ്മെൻറ്റ് 2 ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വരയ്ക്കാൻ. സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് നിശ്ചിത നീളമുള്ള വര വരയ്ക്കാൻ. ടൂൾ ഉപയോഗിച്ച് ഒരു ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ജാലകത്തിൽ വരയുടെ നീളം നൽകി OK ചെയ്യുക. റേ ഒരു ബിന്ദുവിൽ തുടങ്ങി മറ്റൊരു ബിന്ദുവിൽ കൂടി കടന്നുപോകുന്ന വര വരയ്ക്കാൻ. പെർപെൻഡിക്കുലർ ലൈൻ ഒരു വരയ്ക്ക് ഒരു ബിന്ദുവിലൂടെ ലംബം വരയ്ക്കാൻ. വരയിലും ബിന്ദുവിലും ക്ലിക്ക് ചെയ്യുക. പാരലൽ ലൈൻ ഒരു വരയ്ക്ക് സമാന്തരമായി മറ്റൊരു വര വരയ്ക്കാൻ. ടൂൾ ഉപയോഗിച്ച് വരയിലും ബിന്ദുവിലും ക്ലിക്ക് ചെയ്യുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയുടെ ലംബ സമാഭാജി വരയ്ക്കാൻ. വരയിൽ ക്ലിക്ക് ചെയ്യുക. ആംഗിൾ ബിസെക്ടർ കോണിന് സമഭാജി വരയ്ക്കാൻ. കോൺ നിർണ്ണയിക്കുന്ന 2 വരകളിൽ അഥവാ 3 ബിന്ദുക്കളിൽ ക്ലിക്ക് ചെയ്യുക. പോളിഗൺ ടൂൾസ് ബഹുഭുജങ്ങൾ വരയ്ക്കുന്നതിന്. പോളിഗൺ ബഹുഭുജം വരയ്ക്കാൻ. ബഹുഭുജത്തിൻ്റെ മൂലകളാകേണ്ട ബിന്ദുക്കളിൽ ക്രമമായി ക്ലിക്ക് ചെയ്യുക. തുടങ്ങിയ ബിന്ദുവിൽ തന്നെ തിരിച്ചെത്തണം. റെഗുലർ പോളിഗൺ സമബഹുഭുജം വരയ്ക്കാൻ.
ടൂൾ ഉപയോഗിച്ച് 2 ബിന്ദുക്കളിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ജാലകത്തിൽ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുക. സെറ്റ് 6 സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ്. ഒരു ബിന്ദു കേന്ദ്രമായി മറ്റൊരു ബിന്ദുവിൽ കൂടി കടന്നുപോകുന്ന വൃത്തം വരയ്ക്കാൻ വൃത്തകേന്ദ്രം വൃത്തം കടന്നു പോകേണ്ട ബിന്ദുവിലും ക്ലിക്ക് ചെയ്യുക. സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്. നിശ്ചിത ആരത്തിലുള്ള വൃത്തം വരയ്ക്കാൻ വൃത്തകേന്ദ്രത്തിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ജാലകത്തിൽ വൃത്തത്തിൻ്റെ ആരം നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുക. കോമ്പസ്. ഒരു വൃത്തത്തിൻ്റെ അതേ അളവിൽ മറ്റൊരു വൃത്തം വരയ്ക്കാൻ നിലവിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൽ ക്ലിക്ക് ചെയ്യുക. കഴ്സർ ചലിപ്പിച്ച് വരയ്ക്കേണ്ട വൃത്തത്തിൻ്റെ കേന്ദ്രമാവേണ്ട ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുക. സർക്കിൾ ത്രൂ 3 പോയിന്റ്. 3 ബിന്ദുക്കൾ കൂടി കടന്നുപോകുന്ന വൃത്തം വരയ്ക്കാൻ ടൂൾ ഉപയോഗിച്ച് 3 ബിന്ദുക്കളിൽ ക്ലിക്ക് ചെയ്യുക. സെമി സർക്കിൾ. അർദ്ധവൃത്തം വരയ്ക്കാൻ ടൂൾ ഉപയോഗിച്ച് 2 ബിന്ദുക്കളിൽ ക്ലിക്ക് ചെയ്യുക. സർക്കുലർ ആർക്ക്. ചാപം വരയ്ക്കുന്നതിന് കേന്ദ്രത്തിലും 2 ബിന്ദുക്കളിലും ക്ലിക്ക് ചെയ്യുക. അപ്രദക്ഷിണ ദിശയിലെ ചാപം വരയ്ക്കാൻ കഴിയും. സർക്കുലർ ആർക്ക്. 3 ബിന്ദുക്കളിൽ കൂടി കടന്നുപോകുന്ന ചാപം വരയ്ക്കാൻ സർക്കുലർ സെക്ടർ. വൃത്താംശം വരയ്ക്കാൻ കേന്ദ്രത്തിലും 2 ബിന്ദുക്കളിലും ക്ലിക്ക് ചെയ്യുക. സർക്കുലർ സെക്ടർ. 3 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വൃത്താംശം വരയ്ക്കാൻ ടൂൾ ഉപയോഗിച്ച് 3 ബിന്ദുക്കളിലും ക്ലിക്ക് ചെയ്യുക. സെറ്റ് 7 കോണിക് സെക്ഷൻ ടൂൾ. ദീർഘവൃത്തം, പരാബോള തുടങ്ങിയവ വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള ടൂളുകൾ. ആംഗിൾ. കോൺ അളക്കുന്നതിന് ആംഗിൾ വിത്ത് ഗിവൺ സൈസ്. നിശ്ചിത അളവിൽ കോൺ നിർമ്മിക്കുന്നതിന്. ഡിസ്റ്റൻസ് ഓർ ലെങ്ത്. 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം, വരയുടെ നീളം, ചുറ്റളവ് തുടങ്ങിയവ അളന്ന് അടയാളപ്പെടുത്തുന്നതിന്. ഏരിയ. പരപ്പളവ് അളക്കുന്നതിന്. റിഫ്ലക്റ്റ് എബൌട്ട് ലൈൻ, റിഫ്ലക്റ്റ് എബൌട്ട് പോയിന്റ്, റിഫ്ലക്റ്റ് എബൌട്ട് സർക്കിൾ. ഒരു ജ്യാമിതീയ രൂപത്തിൻ്റെ പ്രതിബിംബം നിർമ്മിക്കുന്നതിനാണ് ഈ 3 ടൂളുകളും. ജ്യാമിതീയ രൂപത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു വരയിലോ ബിന്ദുവിലോ വൃത്തത്തിലോ ക്ലിക്ക് ചെയ്യുക. റൊട്ടേറ്റ് എറൗണ്ട് പോയിന്റ്. ഒരു വസ്തുവിനെ നിശ്ചിത കോണളവിൽ തിരിക്കുന്നതിന് തിരിക്കേണ്ട വസ്തുവിലും ഒരു ബിന്ദുവിലും ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ജാലകത്തിൽ കോണളവ് നൽകുക. ട്രാൻസ്ലേറ്റ് ബൈ വെക്റ്റർ. ജ്യാമിതീയ രൂപത്തെ നിശ്ചിത ദൂരത്തിലും ദിശയിലും നീക്കുന്നതിന് രൂപത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം 2 ബിന്ദുക്കളിൽ ക്ലിക്ക് ചെയ്യുക. ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തിൽ ആദ്യത്തെ ബിന്ദുവിൽ നിന്ന് രണ്ടാമത്തെ ബിന്ദുവിലേക്കുള്ള ദിശയിൽ രൂപം നീങ്ങും. സെറ്റ് 10 സ്പെഷ്യൽ ഒബ്ജക്റ്റ് ടൂൾസ്. അക്ഷരങ്ങൾ, ചിത്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നതിന്. സെറ്റ് 11 ആക്ഷൻ ഒബ്ജക്റ്റ് ടൂൾസ്. സ്ലൈഡർ. ജിയോജിബ്ര നിർമ്മിതികളെ ചലനാത്മകമാക്കുന്നു. ജിയോജിബ്രയിലെ ഏറ്റവും ശക്തമാണ് ഈ ടൂൾ എന്ന് പറയാം. 2 സംഖ്യകൾക്കിടയിലുള്ള ഏത് വിലയും സ്വീകരിക്കാവുന്ന ഒരു ചരമായി സ്ലൈഡറിനെ കണക്കാക്കാം. നമ്പർ സ്ലൈഡർ, ആംഗിൾ സ്ലൈഡർ, ഇൻറ്റജർ സ്ലൈഡർ എന്നിങ്ങനെ 3 തരം സ്ലൈഡർ ഉണ്ടെന്ന് പറയാം. സെറ്റ് 12 ജനറൽ ടൂൾസ്. മൂവ് ഗ്രാഫിക് വ്യൂ. ഗ്രാഫിക് വ്യൂ ചലിപ്പിക്കുന്നതിന് ടൂൾ ഉപയോഗിച്ച് ഗ്രാഫിക് വ്യൂവിൽ ക്ലിക്ക് ചെയ്തു പിടിച്ചുകൊണ്ട് മൗസ് ചലിപ്പിക്കുക. സൂം ഇൻ, സൂം ഔട്ട്,
നിർമ്മിതികളുടെ വലുപ്പം കൂട്ടുന്നതിന് അഥവാ കുറയ്ക്കുന്നതിന് ടൂൾ ഉപയോഗിച്ച് ഗ്രാഫിക് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഷോ ഹൈഡ് ഒബ്ജക്റ്റ്. ടൂൾ ഉപയോഗിച്ച് കാണേണ്ട അല്ലെങ്കിൽ മറച്ചുവെക്കേണ്ട വസ്തുവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി മറ്റേതെങ്കിലും ടൂൾ ഉപയോഗിക്കുമ്പോൾ ഈ വസ്തുക്കൾ മറഞ്ഞിരിക്കും. ഇവ വീണ്ടും കാണണമെങ്കിൽ ഇതേ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഷോ ഹൈഡ് ലേബൽ. പേര് കാണുന്നതിന് അഥവാ മറച്ചുവെക്കുന്നതിന്. കോപ്പി വിഷ്വൽ സ്റ്റൈൽ. ഒരു വസ്തുവിൻ്റെ ഗുണങ്ങൾ മറ്റു വസ്തുക്കളിൽ പകർത്തുന്നതിന്. ഡിലീറ്റ് ഒബ്ജക്റ്റ്. ടൂൾ തിരഞ്ഞെടുത്ത ശേഷം നീക്കം ചെയ്യേണ്ട വസ്തുക്കളിൽ ക്ലിക്ക് ചെയ്യുക. ട്രേസ് ഓൺ. ജ്യാമിതിയിലെ ചില ആശയങ്ങൾ ചലനാത്മകമായി അവതരിപ്പിക്കാനും മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാനുമെല്ലാം ഈ ടൂൾ പ്രയോജനപ്പെടുത്താം. ചില ഉദാഹരണങ്ങളിതാ. ഒരു യൂണിറ്റ് ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് ട്രേസ് ഓൺ നൽകുക. നമുക്കിതിന് കളർ നൽകാം. അതിനുവേണ്ടി റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്ട്സ് എടുത്ത് കളർ ഇഷ്ടമുള്ള കളർ നൽകുക. ക്ലോസ് ചെയ്യുക. മൂവ് ടൂൾ, ആരോ ക്യൂ ഇവ ഉപയോഗിച്ച് വൃത്തത്തെ ചലിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് മനോഹരമായ ചിത്രം ലഭിച്ചു. നെക്സ്റ്റ് എക്സാമ്പിൾ. എ കേന്ദ്രമായി ബിയിലൂടെ കടന്നുപോകുന്ന ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിന് ട്രേസ് നൽകുക. ഇതിന് നമുക്ക് കളർ കൊടുത്താലോ? ഒബ്ജക്റ്റ്, കളർ, മൂവ് ടൂൾ, ആരോ ക്യൂ ഇവ ഉപയോഗിച്ച് നമുക്കിതിനെ ചലിപ്പിക്കാം. ഇങ്ങനെ നമുക്ക് വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ. ഒരു ആംഗിൾ സ്ലൈഡർ എ നിർമ്മിക്കുക. ആംഗിൾ വിത്ത് ഗിവൺ സൈസ് ടൂൾ ഉപയോഗിച്ച് എ ബി എന്ന ബിന്ദുക്കളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ജാലകത്തിൽ കോണിൻ്റെ വിലയായി എ എന്ന് നൽകുക. ഒരു പുതിയ ബിന്ദു എ ലഭിക്കും. എ കേന്ദ്രമായി എയിൽ കൂടി കടന്നുപോകുന്ന വൃത്തം വരയ്ക്കുക. വൃത്തത്തിന് ട്രേസ് നൽകുക. ഇത് നമുക്ക് കളർ കൊടുത്താലോ? ഒബ്ജക്റ്റ്, കളർ, ക്ലോസ്. സ്ലൈഡറിന് ആനിമേഷൻ നൽകുക. റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ ഓൺ.
ഇപ്പോൾ നമുക്കൊരു പുതിയ രൂപം ലഭിക്കും. നെക്സ്റ്റ് പിക്ചർ. നെക്സ്റ്റ് പിക്ചർ. ഇതുപോലെ നമുക്ക് വിവിധ ചിത്രങ്ങളും നിർമ്മിക്കാൻ കഴിയും. നെക്സ്റ്റ് പിക്ചർ. ജിയോജിബ്ര നിരവധി ക്ലാസ്സുകളിലേക്ക് പ്രയോജനപ്പെടും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.